ഹലോ അപ്പോൾ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറേ ദിവസമായി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ദിവസം ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടില്ല, ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഉപ്പും വിനീഗർ ഒഴിച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ച ചിക്കനാട്ടോ. ആ ചിക്കനിക്ക് നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതായിട്ട് അരിഞ്ഞൊരു സവാള, അരക്കഷ്ണം ക്യാപ്സിക്കം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും, പിന്നെ പാകത്തിന് ഉപ്പും, ഒരു 1-2 സ്പൂൺ തൈരും. തൈരില്ലെങ്കിൽ ചെറുനാരങ്ങ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ 1-2 സ്പൂൺ തൈരും ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് ഞൊരടി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പാന് ചൂടാക്കി നമ്മൾ അതിലേക്ക് നമ്മൾ മസാല കൂട്ടിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പാന് ചൂടാക്കി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറു തീയിൽ ഒരു 10-15 മിനിറ്റ് നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ചിക്കനിലൊക്കെ ആ വെള്ളം ഇറങ്ങി വന്ന് നമ്മുടെ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല പാകമാവോളം നമ്മൾ ചെറു തീയിൽ മൂടി വെക്കട്ടെ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കി കിട്ടാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർക്ക് 1 കപ്പ് മൈദപ്പൊടി, 1 കോഴിമുട്ട, പിന്നെ 1 കപ്പ് പാല് നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്ലേവറായിട്ട് ചേർത്തതാണ്. അപ്പോൾ അത് 1 കപ്പ് പച്ചവെള്ളം ചേർത്തിട്ടുണ്ട്. മൈദക്ക് ഒക്കെ എടുത്തത് ഒരേ കപ്പിലാട്ടോ. അപ്പോൾ പച്ചവെള്ളം ചേർത്ത് നമ്മൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബാറ്റർ ഇതാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കയ്യിലും മാവ് ഒഴിച്ചിട്ട് നമ്മൾ ദോശ ചുടുന്ന പോലെ പരത്തി കൊടുത്തിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗമായി വന്നപ്പോൾ നമ്മൾ കുറച്ച് നെയ്യോ എണ്ണയോ തൂവിയിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ദോശയൊക്കെ റെഡിയായി വന്നപ്പോൾ നമ്മൾ ചിക്കനിൻ്റെ അപ്പുറത്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്പൂൺ മൈദപ്പൊടിയും 1 കപ്പ് പാലും ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളെ മൈദപ്പൊടിയും പാലും ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ആ ദോശ ഓരോന്നെടുത്തിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മളെ മസാല കൂട്ടി വെക്കുക കേട്ടോ. 2 ഭാഗത്തുനിന്ന് പോലും നമ്മുടെ ദോശ ആ നടുഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗത്തും കൂടി ദോശ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലയുടെ മേലേക്ക് നമ്മൾ മൈദ വെച്ച് ഒട്ടിക്കൊന്നും വേണ്ടിയിട്ടാ. ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ എല്ലാ ദോശയും ഇങ്ങനെ മസാലയ്ക്ക് വെച്ച് ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ ദോശക്കല്ലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമോ ചൂടാക്കി നമ്മൾ അപ്പം വെച്ചിട്ടുണ്ട്. അതിന് പോലെ കുറച്ച് മസാല ചീസും കുറച്ച് ചില്ലി ഫ്ലേക്കും വിതറി ചെറു തീയിലൊരു 10 മിനിറ്റ് വേവിച്ചാൽ അപ്പോൾ ചെറു തീയിലൊരു 10 മിനിറ്റ് വേവിച്ചാൽ നമ്മൾ അടിപൊളി സ്നാക്സ് റെഡി ആട്ടാ. അത് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ കുറച്ച് ഭംഗി കുറവാണെങ്കിലും അടിപൊളിയായിട്ടുണ്ടാകും. ഈ ടേസ്റ്റിലാരും ഇത് മിസ്സാക്കരുത് കേട്ടോ. ഈ രുചിയിലാരും ഉണ്ടാക്കി വെക്കിയിട്ടില്ല, എന്നായാലും ഉണ്ടാക്കി വെക്കണേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നോമ്പിനൊക്കെ എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് നടക്കിയേക്കാരം. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ, അടിപൊളിയാണ്.